CPM എന്ന പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു കേഡർ സ്വഭാവമുണ്ട്. മറ്റൊന്ന്, വനിതകൾക്ക് വേണ്ട തരത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. പിന്നീട് വരുന്ന ഒരു കാര്യം, യുവനിരയ്ക്കും വേണ്ട തരത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2020 നമ്മൾക്കറിയാവുന്നതാണ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് നടത്തിയത്. മേയറായിട്ട് ആര്യ രാജേന്ദ്രനെ ഉയർത്തിക്കാണിച്ചു. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയാണ് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. ആര്യ രാജേന്ദ്രൻ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരുവനന്തപുരത്തുണ്ടായ വിചിത്ര സംഭവങ്ങളൊക്കെ മറ്റൊരു കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് CPM ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണയും അതുണ്ടാകും. പക്ഷേ ഈ അല്പം വളർന്നു വരുന്നവരുണ്ടെങ്കിൽ അവരെ ഒതുക്കി നിർത്തും. അത് വനിതകളായാലും പുരുഷ മേധാവിത്വമായാലും. ഇപ്പൊ KK ശൈലജ നമുക്കറിയാം, 2016 മുതൽ ആരോഗ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നാൾ മുതൽ ഒതുക്കി കൊണ്ടുവരികയാണ്. 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിലേക്ക്, കോൺഗ്രസ് കോട്ടയിലേക്കാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ഏറ്റവും അധികം ജനങ്ങളുടെ എതിരഭിപ്രായം സ്വീകരിച്ച് CPMന് ഭരണം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിയായി മാറാൻ പോകുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി, ആറന്മുള MLA ആയിട്ടുള്ള വീണ ജോർജ്. വീണ ജോർജിന് 2026 സീറ്റ് നൽകിയിരിക്കുകയാണ്. പാർട്ടിയിലെ പത്തനംതിട്ട ജില്ലാ ഘടകത്തിലൊക്കെ എതിർപ്പുണ്ട്. പക്ഷെ എതിർപ്പില്ല എന്നുമൊക്കെ പലരും പല ഭാഗത്തു നിന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതൊക്കെ പുറമേ ഉണ്ടാക്കുന്നതാണ്. കാരണം വീണ ജോർജ് ആദ്യം ഇത് മന്ത്രി പദവിയിൽ കയറിയ നാൾ മുതൽ പരാതിയുണ്ട്. ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. എന്തിന്? പത്തനംതിട്ട ജില്ലയിലെ അടൂരിലെ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ടുള്ള ചിറ്റയം ഗോപകുമാർ വരെ പറഞ്ഞിട്ടുള്ള പരാതിയാണ്. അപ്പോൾ പിന്നെ സാധാരണ ജനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെയുള്ള വീണ ജോർജ് പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്നു എന്നുള്ള കാരണത്താലാണ് പത്തനംതിട്ട ജില്ലാ ഘടകം വീണ ജോർജിന് സീറ്റ് കൊടുക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇങ്ങനെ CPMനകത്ത് കുറച്ചു പേരുണ്ട്. പക്ഷേ പലതരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മൾ ആരോഗ്യരംഗത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗം ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തില് എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊട്ടിഘോഷിക്കുമ്പോൾ, ആ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ താലൂക്ക് ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോടുകൂടിയായുള്ള വാർത്തയായിരിക്കും വരുന്നത്. ഇതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുന്നവരുടെ മുന്നിൽ നിന്ന് ആക്രോശിക്കുകയും റെയിൽവേ യാത്രക്കാർക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് അട്ടഹാസം നടത്തുകയും ചെയ്ത മന്ത്രി കാണിച്ച അഭിനയം എന്ന് പറയുന്നത് നമ്മളെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. അങ്ങനെ ജനങ്ങളുടെ എതിരെ അഭിപ്രായം ഒന്നിനൊന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന വീണ ജോർജിന് വീണ്ടും സീറ്റ് കൊടുക്കുകയാണ് പാർട്ടി ചെയ്യുന്നത്. പിണറായി വിജയന്റെ ഗുഡ് ബുക്കിലുള്ള ആളാണ് വീണ ജോർജ്. 2016 ആദ്യമായിട്ട് മത്സരിച്ചു. സഭയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. ഓർത്തഡോക്സ് സഭ സെക്രട്ടറിയാണ് ഭർത്താവ്. അവിടെ ഓർത്തഡോക്സ് സഭ നന്നായിട്ടുള്ള, ഓർത്തഡോക്സ് വിഭാഗക്കാർ നന്നായിട്ടുള്ള ഇടം കൂടിയാണ് ആറന്മുള. അവിടുത്തെ വോട്ട് ബാങ്ക് തന്നെയാണ് വീണയെ വിജയിപ്പിക്കുന്നതിന്റെ പ്രധാന ഘടകമായിട്ടുള്ളത്. 2021 വന്നപ്പോൾ സഭയുടെ സമ്മർദ്ദവും ഉണ്ടായി മന്ത്രി പദവി കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ വഴങ്ങിക്കൊണ്ട് മന്ത്രി പദവിയും കൊടുത്തു. 2019 ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു. കേരളത്തിൽ ലോക്സഭയിലേക്ക് ഒരു UDF തരംഗമായതുകൊണ്ട് ആ തരംഗത്തിൽ വീണ ജോർജും പരാജയപ്പെട്ടു. ആറന്മുള MLA ആയിട്ട് തുടരുകയും ചെയ്തു. 2021 മന്ത്രിയാവുകയും ചെയ്തു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത്. KK ശൈലജയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാര് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മുളച്ചു വന്ന ഇവർക്കൊക്കെ മന്ത്രി പദവി എടുത്ത് കൊടുത്തത്. അതിൻ്റെതായ പിടിപ്പുകേട് മുഴുവൻ ആ വകുപ്പിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ മന്ത്രി ഇങ്ങനെ
അഭിനയം കാണിച്ച് തകർത്താടുമ്പോൾ പുതിയ പട്ടികയിലും, അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പട്ടികയിലും ഇടം പിടിച്ചിരിക്കുകയാണ്. ആ അവസരത്തില് വീണ ജോർജിന്റെ ഭർത്താവ് ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്ന് പാർട്ടിയോട് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കരുത് എന്ന്. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതൊരു നാടകം കളിയാണോ എന്നും സംശയമുണ്ട്. അത്തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇതിനകത്ത് കാണുന്നത്. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു MLA വേണം, അവർക്കൊരു മന്ത്രിയും വേണം. LDF വീണ്ടും അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ ജോർജിന് വീണ്ടും മന്ത്രി പദവി തന്നെ കൊടുക്കും. അത് ആരോഗ്യ വകുപ്പ് തന്നെ ആകണമെന്നില്ല, മറ്റേതെങ്കിലും വകുപ്പാകാം. സഭയുടെ സമ്മർദ്ദവും ഉണ്ടാകും. പക്ഷെ ഇവിടെ ഭർത്താവിന്റെ ഇത്തരത്തിലുള്ള ഒരാവശ്യം, തന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു തരത്തിലുള്ള നാടകം തന്നെയായിരിക്കും. നോക്കുക, വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണനെ ഇപ്പോൾ തൃപ്പൂണിത്തറയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണന്റെ പേരിൽ ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യമാണ്. വൈപ്പിൻ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ CPMന്റെ ഒരു കോട്ടയാണ്. UDF ആഞ്ഞു വീശുമ്പോഴും വൈപ്പിൻ CPMന്റെ കയ്യിൽ തന്നെ നിൽക്കാറുണ്ട്. വളരെ സുരക്ഷിതമായ മണ്ഡലം തന്നെയാണ്. ആ വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തറയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തൃപ്പൂണിത്തറ K. ബാബുവാണ് അവിടുത്തെ സിറ്റിംഗ് MLA. വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ്, 100 താഴെ വോട്ടുകൾക്ക് മാത്രമായിട്ടാണ്, ഭൂരിപക്ഷത്തിലാണ് K. ബാബു വിജയിച്ചത്. K. ബാബു തൻ്റെ പ്രായാധിക്യം കാരണം മാറി നിൽക്കുകയാണ്. 2016 K. ബാബുവിനെ സ്വരാജാണ് പരാജയപ്പെടുത്തിയത്. ആ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ K. ബാബു അവിടെ മണ്ഡലത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടൊന്നുമില്ല. അദ്ദേഹം അവിടെ തന്നെ കേന്ദ്രീകരിച്ച് നിന്നിട്ട് 2021 സ്വരാജിന് ചുട്ട മറുപടി കൊടുത്തു. അതാണ് നേരിയ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണെങ്കിലും വിജയിച്ചു വന്ന് സീറ്റ് നിലനിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. ഇപ്പോൾ അങ്ങോട്ടേക്കാണ് ഇത് വളരെ ഈസി ആയിട്ട് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണനെ അങ്ങോട്ടേക്ക് മാറ്റുന്നത്. അവിടെ ചെറിയ ചെറിയ ആക്ഷേപം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തെ മാറ്റി നിർത്തി വേറൊരു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോവുകയെങ്കിലും ചെയ്യുന്നുണ്ട്. വീണ ജോർജിനെ അതല്ല, എല്ലാ തരത്തിലും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് CPM-ഉം പിണറായി വിജയനും. ഈ പിണറായി വിജയനെ വാഴ്ത്തുന്നതിന് അതിരുകളില്ലല്ലോ. പക്ഷെ ആറന്മുളയിൽ എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ എന്ന് പറയുന്നത് UDFന്റെ വലിയ നോട്ടമുള്ള ഇടമാണ്. 5 സീറ്റുണ്ട്. ഇതിൽ 4 UDF നേടിയെടുക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ്. തിരുവല്ല മാത്രമാണ് ഒരു സംശയം. തിരുവല്ലയിൽ അതിശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം കൂടിയാണ്. കാരണം BJPക്ക് അവിടെ ഒരു ക്രൈസ്തവ മുഖമുണ്ട്, BJPക്ക് നോട്ടമുണ്ട്, അനൂപ് ആന്റണി മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആറന്മുളയിൽ LDFന് പരാജയം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം വീണ ജോർജിന്റെ വകുപ്പിലൂടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത്രത്തോളം വെറുപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. ആ വകുപ്പിൽ നിന്ന് കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടാതെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ആറന്മുള നിയമസഭാ മണ്ഡലം. അപ്പോൾ വീണ്ടും ഈ ഭർത്താവിനെ ഇറക്കി നാടകം കളിക്കുകയാണോ, അതോ സീറ്റ് കൊടുക്കണ്ട എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണോ ഭർത്താവ് രംഗത്ത് വന്നിരിക്കുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.